ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരണം 14ആയി. 5 പേരുടെ നില ഗുരുതരം. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും നാളെ വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദേശ പ്രതിനിധികളും. രാജ്യത്ത് എണ്ണയുടെയും പാചകവാതകത്തിന്റെയും തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സമാധാന ചർച്ചകൾ തുടരുന്നതിനായി ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 14ആയി. ചികിത്സയിലുള്ള 11 പേരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിന് ഇരയായവരുടെ 9 മൃതദേഹങ്ങളിൽ നിന്ന് 8 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞതായി തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. 4 പേരെ കാണാതായതായി ബന്ധുക്കൾ ഇതിനകം വിവരം നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങളിൽ നിന്നും അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങളിൽ നിന്നും DNA സാമ്പിൾ 4 ദിവസത്തിനകം പരിശോധനാഫലം ലഭിക്കുമെന്നും കളക്ടർ അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഏകാംഗ കമ്മീഷനാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരമുള്ള തുകയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും അനുവദിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കും. മുണ്ടത്തിക്കോട് അപകടത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ ഒറ്റഘട്ടമായി നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 5,73,00,000-ലധികം വോട്ടർമാരാണ് തമിഴ്നാട്ടിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പശ്ചിമബംഗാളിൽ 16 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 152 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 167 വനിതകൾ ഉൾപ്പെടെ 1478 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 44,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 5,444 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും. 207 മോഡൽ ബൂത്തുകളും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 പ്രത്യേക ബൂത്തുകളും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് പോളിംഗ് ദിനമായ നാളെ ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചു. ദിവസവേതനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും അവധി ബാധകമാണ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പുതുച്ചേരിയിലുള്ള ജീവനക്കാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ശമ്പളത്തോടു കൂടിയ അവധി നൽകണമെന്ന് പുതുച്ചേരി ചീഫ് ഇലക്ടറൽ ഓഫീസറും നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും 1000 കോടിയിലധികം രൂപ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ കള്ളപ്പണം ഉൾപ്പെടെ പിടിക്കുന്നതിന് 2 സംസ്ഥാനങ്ങളിലുമായി 5000 ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘത്തെയും 5300-ലധികം സ്റ്റാറ്റിക് സർവൈലൻസ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയായി. ഇതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതിശക്തമായ സൈനിക നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി 9ഓളം ഭീകര ക്യാമ്പുകൾ തകർത്തു. 100-ലധികം ഭീകരരെ വധിക്കാനും സാധിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP
CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പഹൽഗാം ആക്രമണത്തിലെ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എല്ലാത്തരം ഭീകര ആക്രമണങ്ങളെയും നേരിടുമെന്ന രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം അവർ ആവർത്തിച്ചു. മനുഷ്യത്വത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടാൽ തിരിച്ചടി നിർണായകമായിരിക്കുമെന്ന് കരസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ. പഹൽഗാം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 26 പേരെ അനുസ്മരിച്ച യൂറോപ്യൻ യൂണിയൻ തങ്ങൾ ഇന്ത്യൻ ജനതയ്ക്കൊപ്പമാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ, ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഡിഗോൺ സാർ എന്നിവരും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുകയും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് എണ്ണയുടെയും പാചകവാതകത്തിന്റെയും തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ഇന്നലെ മാത്രം ഏകദേശം 51 ലക്ഷം ഗാർഹിക LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ അറിയിച്ചു. डोमेस्टिक LPG की सप्लाई नॉर्मल है और किसी भी डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है. लगभग 94% सिलेंडर्स की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है. कल 45 लाख के करीब बुकिंग हुई. സമാധാന ചർച്ചകൾ തുടരുന്നതിനായി ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ഇറാൻ കൃത്യമായ സമാധാന നിർദ്ദേശം മുന്നോട്ട് വച്ചാൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ ഏകപക്ഷീയ പ്രഖ്യാപനത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. കപ്പലുകൾ പ്രാദേശിക ജലാതിർത്തി ലംഘിച്ചതായും അനുമതിയില്ലാതെ കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചതായും IRGC ആരോപിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ലണ്ടനിൽ ചർച്ചകൾ ആരംഭിക്കുമെന്ന് UK പ്രതിരോധ മന്ത്രാലയം. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വെടിനിർത്തൽ കരാറും അതിനോടൊപ്പം ഒരു ബഹുരാഷ്ട്ര ചട്ടക്കൂടിന് കീഴിലെ സൈനിക ആസൂത്രണവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ലക്നൌ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഉത്തർപ്രദേശിലാണ് മത്സരം. കേരളത്തിൽ മറ്റന്നാൾ വരെ കനത്ത ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാകും. ഇതിലൂടെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനാകും. sc.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ലഭിക്കുന്ന 11 സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറാവുന്നതാണ്. ജൂൺ 30-നകം സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരണം 14ആയി. 5 പേരുടെ നില ഗുരുതരം. തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും നാളെ വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദേശ പ്രതിനിധികളും. രാജ്യത്തെ എണ്ണയുടെയും പാചകവാതകത്തിന്റെയും തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സമാധാന ചർച്ചകൾ തുടരുന്നതായി ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.